വയനാട് വെങ്ങപ്പള്ളിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റിന്റെ ഭാര്യ മത്സരാർത്ഥി. വെൽഫെയർ പാർട്ടിക്കും യുഡിഎഫിനും ഇവിടെ സ്ഥാനാർത്ഥിയില്ല. യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഷർബീനയുടെ സ്ഥാനാർത്ഥിത്വം. യുഡിഎഫ് ജമാഅത്തെ ഇസ്ലാമി രഹസ്യ കൂട്ടുകെട്ടെന്ന ആരോപണം ഉയരുകയാണ്. ജോഷില വയനാട് നിന്നും ചേരുകയാണ്. ജോഷില, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അക്ഷയ്, വെങ്ങപ്പള്ളി പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നു വന്നിരിക്കുന്നത്. 11ാം വാർഡിൽ യുഡിഎഫ് പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിലാണ് ഷർബിന മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടിക്ക് ഇവിടെ സ്ഥാനാർത്ഥി നേരത്തെ ഉണ്ടായിരുന്നു. അതായത് 7 LDF സ്ഥാനാർത്ഥികളും 7 വാർഡുകൾ LDFന്റെയും 4 വാർഡുകൾ UDFന്റെയും BJPക്ക് 1 വാർഡും വെൽഫെയർ പാർട്ടിക്ക് 1 വാർഡുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കണക്ക്. ഈ കണക്ക് പ്രകാരമാണ് നേരത്തെ ഇവിടെ ഓരോ പാർട്ടിയും വിജയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് 11ാം വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ UDFനും ഇവിടെ സ്ഥാനാർത്ഥിയില്ല. അതേസമയം തന്നെ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഫൈസലിന്റെ ഭാര്യ ഷർബിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥി UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ മത്സരിക്കുന്നത്. എന്തായാലും UDF വെൽഫെയർ പാർട്ടി രഹസ്യ ബാന്ധവം എന്ന് ആണ് ഇതിനെ ഇടതുപക്ഷ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല, 10ാം വാർഡിലും ഇത്തരത്തിൽ ധാരണയായിട്ടുണ്ട്. അതായത് ജമാഅത്തെയുമായിട്ടാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ രാഷ്ട്രീയ സംഘടനയാണ്. ഈ സംഘടനയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട് ഈ വെങ്ങപ്പള്ളി പഞ്ചായത്തിലും 10ാം വാർഡിലും 11ാം വാർഡിലും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വരികയാണ്. എന്തായാലും ഷർബിന മത്സരിക്കുന്നത് അത് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായി UDF പിന്തുണയോടെയാണ് എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ്. അക്ഷയ്. ശരി, വയനാട് വെങ്ങപ്പള്ളിയിൽ വെൽഫെയർ പാർട്ടി UDFന്റെ രഹസ്യ കൂട്ടുകെട്ട് PV ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.